ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് സ്വാഗതം. ചെമ്പനീർ പൂവ് സീരിയലിനെ സ്നേഹിക്കുന്ന കൂട്ടുകാരെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോണേ. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിൻ്റെ അടുത്ത് വന്നിട്ട് വർഷയുടെ അച്ഛനാണെങ്കിൽ പറയാണ്, നല്ലതുപോലെ പോയിരുന്ന ഫംഗ്ഷനാണ്, അത് കൊളാക്കി, നിൻ്റെ ചേട്ടൻ കള്ളുകൂടിയനാണ് മൊത്തം നശിപ്പിച്ചതെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയണത്, വെറുതെ എൻ്റെ ഏട്ടനെ കുറ്റം പറയാൻ വന്നാണ്ടല്ലോ, എൻ്റെ ഏട്ടത്തീനെ നിങ്ങൾ കള്ളിയെന്ന് പറഞ്ഞിട്ട് മുദ്ര കുത്തിയപ്പോഴാണ് എൻ്റെ ചേട്ടൻ പ്രശ്നം ഉണ്ടാക്കിയത്. അതറിയാതെ നിങ്ങൾ വെറുതെ എന്നോട് വർത്തമാനം പറയാൻ വരണ്ടെന്ന് പറഞ്ഞു. നിൻ്റെ ഏട്ടത്തി അവൾ എൻ്റെ മകളുടെ മാല മോഷ്ടിച്ചത് സത്യം തന്നെ, ഞാൻ എൻ്റെ 2 കണ്ണുകൊണ്ട് കണ്ടതെന്ന് പറയാണ്. നിങ്ങളൊന്നും കണ്ടിട്ടൊന്നുമില്ല, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്ന് പറയാൻ കേട്ടോ. പിന്നീടാണ് കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയും രേവതിനെയാണ് കേട്ടോ. സച്ചിൻ രേവതി ആണെങ്കിൽ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ചന്ദ്രമതി ആണെങ്കിൽ തടയാണ്. എങ്ങോട്ടാണ് കയറി വരുന്നത്, എല്ലാം നശിപ്പിച്ചിട്ട് കയറി വന്നിരിക്കുന്നു, നിങ്ങൾക്ക് 2 ആൾക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല, 2 പേരും ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുന്നുണ്ടോ. അത് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം, എനിക്കും ഉണ്ട് ഈ വീട്ടിൽ അവകാശം എന്ന് പറയുന്ന സമയത്ത് ഇത് എൻ്റെ വീടാ, നീ ഇറങ്ങിപ്പോടാ നിൻ്റെ ഭാര്യനെ വിളിച്ചിട്ടെന്ന് ചന്ദ്രമതി പറയണം. അപ്പോൾ രവിയേട്ടൻ തടസ്സപ്പെടുത്താണ് കേട്ടോ. ചന്ദ്രൻ നീ എന്താ ഈ പറയണത്, നീ അകത്തേക്ക് പോകുമെന്ന് പറയും. ദേ രവിയേട്ടാ, നിങ്ങളെങ്ങനെ ഇതിൽ ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോവും, അതാണോ നല്ലത്, ഇവരെ ഇറക്കി വിടണമാണോ നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സച്ചി പറയണം, അച്ഛാ പ്രശ്നം വേണ്ട, ഞങ്ങൾ ഇറങ്ങിക്കോളാം എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ശ്രുതിക്കും വളരെ ഹാപ്പിയാണ്, അവർ ചിരിക്കാൻ കേട്ടോ. അങ്ങനെ ചന്ദ്രമതി കാലിൻ്റെ മുകളിൽ കാലും കയറ്റി വെച്ചിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ് രേവതിയുടെ മുഖത്തൊക്കെ നോക്കിയിട്ട്. അപ്പോൾ സച്ചി പറയണം, ഞങ്ങൾ ഇറങ്ങുകയാണ്, പക്ഷെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അച്ഛനും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് രവിയേട്ടനെ വിളിച്ചിട്ട് ഇറങ്ങി പോണതാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. ചന്ദ്രമതി ആണെങ്കിൽ വായും പൊളിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം. ഇന്നലെ കറണ്ട് ഉണ്ടായിരുന്നില്ല, പ്രൊമോ ചെയ്യാൻ പറ്റിയില്ല, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ കൂട്ടുകാരെ.